ഭക്ഷണം നമ്മൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഭക്ഷണം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാകുന്നു. ഭക്ഷണം നമ്മുടെ ശരീരമായിട്ട് മാറുന്നു, വെള്ളം നമ്മുടെ ശരീരമായിട്ട് മാറുന്നു. അപ്പം നമ്മൾ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവമാണ് ഭക്ഷണവും വെള്ളവും. പിന്നെ എന്താണ് നമ്മൾ ഉണ്ടാകാനായിട്ടുള്ളത്? ശ്വാസം. നമ്മുടെ ശരീരം രൂപം കൊള്ളാനായിട്ടുള്ള ഒരു കാരണമാണ് ശ്വാസം. അതുകൊണ്ട് ശ്വാസം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ, എടുത്തില്ലെങ്കിൽ അപ്പം ശരീരം പെടയും. അതിൻ്റെ ഉയർന്ന തലമാണ് ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞാൽ തരംഗമാണ്, ഒരു സൂക്ഷ്മമായിട്ടുള്ള മാറ്റമാണ്. ഭക്ഷണം ഒരു തരം മാറ്റമാണ്, മാറ്റമില്ലാണ്ട് ഭക്ഷണം ഉണ്ടാകില്ല. വെള്ളം വേറെ തരത്തിലുള്ള മാറ്റമാണ്, മാറ്റം വെള്ളത്തിലും മാറ്റമുണ്ട്. അപ്പോൾ ശ്വാസത്തിലുണ്ട് മാറ്റം, ശബ്ദത്തിലുണ്ട് മാറ്റം. വീണ്ടും അടുത്തത് എന്താണ്? വെളിച്ചമാണ്. അപ്പോൾ ഇതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള, മർദ്ദം കുറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന സൂക്ഷ്മതലത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിലവിലും മർദ്ദമുള്ളത് എവിടെയാണോ അവിടെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ സ്വഭാവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാകുന്ന ശരീരത്തെ കൃത്യമായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഭാവം പിടികിട്ടും. ഏതിലാണ് നമുക്ക് പ്രാപ്തി കിട്ടുന്നത് അതിൻ്റെ അടുത്ത് ഉയർന്ന തലവുമായിട്ടുള്ള ബന്ധം വരും. അങ്ങനെ വെളിച്ചമെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ബോധമാണ്. ബോധം ഇവിടെ ഉള്ളതാണ് അല്ലെങ്കിൽ തിരക്കിട്ട് കാര്യമില്ല. നമ്മളുള്ളതാണ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ നിലനിർത്തുന്ന ഭാഗം എന്താണ്? അവനവനെ നിലനിർത്തുക. അല്ലെങ്കിൽ ഇത് ഒരു തെളിവില്ല എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു കാരണവശാലും ആർക്കും ഒരു തെളിവും തരാനില്ല. മനസ്സിലായ? ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം മറ്റൊരാൾക്ക് എങ്ങനെയാണ് തെളിയിച്ചു കൊടുക്കുക? ഒരാൾക്കും ഇതിൻ്റെ തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം എന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല, യാതൊരു ആശങ്കയുമില്ല. അവനവനെ പറ്റി ആശങ്കയുണ്ടെങ്കിൽ മറ്റൊരാൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? എങ്ങനെയാണ്? ഞാൻ അനുഭവിക്കണ്ടേ? ഞാൻ എന്നെ അനുഭവിക്കണം. ആഹാ, ഇത് കൊള്ളാമല്ല, ഇതിങ്ങനെയാണല്ല എന്നറിയുമ്പോൾ തീർന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കണം. കാരണം ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇതെൻ്റെ ശരീരമാകാനുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാകാനുള്ളതാണ്. അത് അലംഭാവത്തോടെ എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടും. മനസ്സിലായി? എന്നും ഓട്ടമായിരിക്കും, നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നും ഓട്ടമാണ്. കാരണം ഓട്ടത്തിൻ്റെ ഭക്ഷണമാണ് കഴിച്ചത്, നേട്ടത്തിൻ്റെത് ഇരിക്കാനുള്ള ഭക്ഷണം കഴിച്ചില്ല. മനസ്സിലായോ? സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ഭക്ഷണം കഴിച്ചില്ല. അതുകൊണ്ട് എന്നും പ്രശ്നമായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം പ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക. ആ നിരന്തരം പ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്ഥൂലമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് സൂക്ഷ്മമായിട്ട് അറിയാൻ പറ്റും. ഇതാരെയും പറഞ്ഞു നമ്മളെ വന്ന് പലവരും പല രീതിയിൽ തർക്കിക്കുകയും നീ പറഞ്ഞത് ശരിയല്ലെന്നൊക്കെ പറയാൻ ആൾക്കാർ വരും. ഞാൻ പറഞ്ഞതല്ല ശരി, എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് ശരി. മനസ്സിലായി? ഞാൻ എന്തു പറഞ്ഞെന്നുള്ളതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു രവിചന്ദ്രൻ പിന്നെ വേറൊരു ചിദാനന്ദപുരി, ഈ രണ്ടുപേരും തമ്മിൽ ഉള്ളൊരു ഡിബേറ്റ് അങ്ങനെ എന്താണ്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഡിബേറ്റ് എന്നുള്ളൊരു ഭാഗം ഒരിക്കലും എൻ്റെ ഭാഗത്ത് എനിക്കതിനൊരു വ്യക്തതയില്ല. കാരണം ഒരാൾ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ ചിദാനന്ദപുരിയുടെ സ്റ്റാൻഡ് എനിക്ക് കുറച്ചും കൂടി വളരെ ക്ലിയറായിട്ടാണ് തോന്നിയത്. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ഒന്നും പറഞ്ഞ് സ്ഥാപിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ നമ്മുടെ ശ്രീ രവീന്ദ്രൻ കുറച്ച് കളിയാക്കലും, കുറച്ച് എന്തോ പുള്ളി വലിയ ബുദ്ധിമാനാണെന്നൊക്കെ ഉള്ള നല്ല കാര്യം, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതൊരു വ്യക്തിയുടെ മാത്രം സ്വകാര്യ അനുഭവമാണ്. എല്ലാം വ്യക്തിയുടെ സ്വകാര്യ അനുഭവമാണ്, അല്ലാണ്ട് വേറെ പരസ്യമായിട്ടുള്ള ഒരു അനുഭവവും ഇവിടെ ഇല്ല. ഒന്നും പരസ്യപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ശ്രീ രവീന്ദ്രനാണെങ്കിലും മറ്റേ സ്വാമിയാണെങ്കിലും ചിദാനന്ദപുരി ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും അവരവരിൽ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അത്രയേ ഉള്ളു കാര്യം. നമ്മളെ ഒരാൾ കളിയാക്കുമ്പോൾ നമ്മൾ കളിയാകുന്നു, മറ്റൊരാൾ ഭയങ്കര വലിയ പണ്ഡിതനാണെന്ന് അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിക്കുന്നു. എന്ത് കാര്യത്തിനാണ്? ഒന്നും സ്ഥാപിച്ചെടുക്കാനൊന്നുമില്ല. ഇതിങ്ങനെ ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കാൻ. ഇത് ആഘോഷിച്ച് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ഷീണങ്ങളോ രോഗങ്ങളോ ഒന്നുമില്ല. ഒരു രോഗവും അങ്ങനെ ബാധിക്കേണ്ട കാര്യമില്ല.
ഇതെനിക്ക് തെളിവൊന്നും കൊടുക്കാനൊന്നും ഒരു നിർവാഹമില്ല. ഇങ്ങനെയാണ് എല്ലാവരും എന്ന് പറയാനുള്ള യാതൊരു അധികാരവും എൻ്റെ കയ്യിലില്ല. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നും പറയാനുള്ള യാതൊരു അധികാരവുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യത്തിൽ ഒരു പുസ്തകവും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട, എഞ്ചിനീയറും വേണ്ട, ഒന്നും വേണ്ട. കാരണം ഇതിനകത്തൊരു എഞ്ചിനീയറുണ്ട്, ഇതിനകത്തൊരു ഡോക്ടറുണ്ട്, ഇതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് അനുഭവിക്കും തോറും ഇത് അനുഭവിക്കാനുള്ള താല്പര്യം കൂടിക്കൂടി വരികയാണ്. അല്ലാണ്ട് ഒരു കുറവും വരുന്നില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ലൈവിൽ ഉടനെ വരുന്നതാണ്.